നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇത് മതി. ഒന്ന് എഡിറ്റ് ചെയ്ത് ഈ മദ്യമൊക്കെ ഒന്ന് ഒഴിവാക്കിയ സൂപ്പർ ഡ്യൂപ്പർ റൊമാൻറ്റിക് ഫോട്ടോസ് അല്ലേ? ഈ ഐഡിയ അപ്പൊ തോന്നിയതിന് അമ്മ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. മോളെ നീ വന്നോ? നീ കാരണോ ഞാൻ കുടി തുടങ്ങിയത്. വല്ലപ്പോഴും പാർട്ടിക്ക് കുടിക്കുമെന്നല്ലാതെ ഞാൻ മുഴുകുടികളൊന്നും അല്ലായിരുന്നു. ഗോപിയെ വാ, ഇവിടെ വന്നിരിക്കെ. എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. കണ്ടോ, അയാളുടെ മനസ്സിൽ ഇപ്പോഴും ആ ഗോപിയെ. ഞാൻ പോന്നു. അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാന്നേ. നീ വാ. മോനെ ഋഷി, ഇത് ഞാനാ, നിന്റെ സുലോചന ആന്റി. ഇത് ഗോപികയല്ല, അഞ്ജിതയാ, എന്റെ മോള്. എന്തിനാ മോനെ നീ ഇങ്ങനെ കുടിക്കുന്നത്? അവള് പോണെങ്കി പോട്ടെ. അവളെ ഓർത്ത് എന്റെ മോൻ എന്തിനാ ഇങ്ങനെ സ്വയം നശിക്കുന്നേ? ഓ, നിങ്ങളോ? നിങ്ങളെന്തിനാ എങ്ങോട്ട് വന്ന്? ആരാ നിങ്ങളെ അകത്തോട്ട് വിട്ടത്? അയ്യോ, ഞങ്ങള് ഭാർഗവിയമ്മയെ കാണാനാ വന്നത്. അന്ന് ഭാർഗവിയമ്മ പറഞ്ഞതാ ഇങ്ങോട്ട് വരണോന്ന്. മുത്തശ്ശി എവിടെ പോയതാ? ഉടനെ വരുവോ? മുത്തശ്ശിയോ? മുത്തശ്ശി അമ്മയും അച്ഛനും എല്ലാരും പോയി. ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. കൂട്ടിന് ഇവനും. ഒരു കമ്പനി തരാൻ പോലും ഇവിടെ ആരുമില്ല. അതിനെന്താ, ഋഷിയേട്ടന് ഞാൻ കമ്പനി തരാം. എനിക്ക് മദ്യപിക്കുന്നവരോട് ദേഷ്യമൊന്നുമില്ല. അല്ല, അപ്പോ ഋഷിയേട്ടന് ആഹാരമൊക്കെ ആര് വെച്ച് തരും? ആഹാരം? എനിക്കെന്തിനാ ആഹാരം? ഇവൻ മതി. തിന്നാനും കുടിക്കാനും ഒക്കെ ഇവൻ മതി. അവിടെ ആ ഗോപിക അവളെ പറ്റിച്ചു. ഋഷിയേട്ടന് മാത്രമല്ല, ഋഷിയേട്ടനെ കാണും മുമ്പ് രവിസാറായിരുന്നു. അതിനു മുമ്പ് അവള് ജോലി ചെയ്തിരുന്ന കമ്പനിയുടെ MD. പിന്നെ പഠിക്കുന്ന കോളേജിൽ ഒരു സാറ്. ആ സാറുമായിട്ട് അവള് കറങ്ങാത്ത സ്ഥലങ്ങളൊന്നുമില്ല. കന്യാകുമാരിയിൽ വെച്ച് അവര് താമസിച്ചിരുന്ന ഹോട്ടലില് വഴക്കോ പ്രശ്നോ എന്തോ ഉണ്ടായി. അതൊക്കെ ഈ നാട്ടില് പാട്ടാ. അനാവശ്യം പറയരുത്. ഗോപിക പാവാ, നല്ലവളാ. ആ, നല്ലവള്. കാശുകാരുടെയൊക്കെ മുന്നിൽ അവള് നല്ലവളാ. ഒരു പാവം. അങ്ങനെ അഭിനയിച്ച ഓരോരുത്തരെ അവള് കറക്കിയെടുക്കുന്നത്. ഋഷിമോന്റെ മുത്തശ്ശിയും അച്ഛനും അമ്മയും ഒക്കെ പേര് കേട്ട കുടുംബക്കാരല്ലേ. പൊന്നാരൻ തോട്ടത്ത് കുടുംബക്കാരെന്ന് ഞാൻ എത്ര വട്ടം കേട്ടിട്ടുണ്ടെന്നറിയോ? വലിയ ബിസിനസ് ഫാമിലി അല്ലേ. അങ്ങനെയുള്ള ഒരാളെ കിട്ടിയാല് ഗോപിക വെറുതെ വിടുവോ?
അവളുടെ അമ്മ ഇപ്പൊ എവിടാന്ന് അറിയോ? ദുബായിൽ ഏതോ അറബിയുടെ കൂടെ താമസം. ചീത്ത കൂട്ടങ്ങളാ മോനെ. ഏയ് നമുക്കൊന്നും പറ്റിയ ആൾക്കാരല്ല. നിങ്ങളെ ഇവിടെ സംസാരിച്ചിരിക്കെ, ഞാൻ പോയി മോന് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ടുവരാം. ഓ, എനിക്ക് ആരും ഒന്നും ഉണ്ടാക്കി തരണ്ട. ഗോപിയെ പറ്റി വേണ്ടാത്തത് പറഞ്ഞോണ്ടല്ലോ. ഗോപിക പാവ. ഓ, എനിക്ക് ആരും വേണ്ട. പോയെല്ലാരും പോ. എനിക്ക് ആരെയും കാണണ്ട. ഇറങ്ങി പോയല്ലേ പറഞ്ഞ്. വാ മോളെ വാ. മോളെ നോക്ക്, ഇത് കണ്ടോ? ഇത് മതി. ഒന്ന് എഡിറ്റ് ചെയ്ത് ഈ മദ്യമൊക്കെ ഒന്ന് ഒഴിവാക്കിയ സൂപ്പർ ഡ്യൂപ്പർ റൊമാൻറ്റിക് ഫോട്ടോസ് അല്ലേ? ഈ ഐഡിയ അപ്പ തോന്നിയതിന് അമ്മ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. പേടിപ്പിച്ച് കളഞ്ഞല്ലോ പിള്ളേരെ. ഇതൊക്കെ കണ്ട് പേടിച്ചാലോ? ഞങ്ങളുടെ കുട്ടിയേട്ടനെ സ്വീകരിക്കണ്ടേ? കഴിഞ്ഞ 3 വർഷമായി എന്റെ കുട്ടേട്ടനെ ഇതുപോലൊന്ന് കാണാൻ കാത്തിരിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കാരണ ഏട്ടന്റെ അസുഖം മാറിയത്. അസുഖോ? ആർക്കസുഖം? എനിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നോ? പറയാമേ. അസുഖം നിനക്കാടി കുറുമ്പി. തല്ലുകൊള്ളാത്തന്റെ സുഖേട. അല്ല, ഞങ്ങളിവിടെ ഇല്ലായിരുന്ന സമയത്ത് നീയോ അഭിയൊക്കെ ഈ വീടെടുത്ത് തിരിച്ചിട്ടാണോന്ന് അറിയാം. എത്ര ദിവസമായി നീ പുസ്തകം തുറന്നു നോക്കിയിട്ട്? പുസ്തകത്തിന്റെ കാലമൊക്കെ പോയില്ലേ എന്റെ ഡാഡിക്കുട്ട. ആ, കംപ്ലീറ്റ് ഓൺലൈനും കമ്പ്യൂട്ടറും ഒക്കെ അല്ലേ. ഓഹോ, അതിനല്ലേ സോഷ്യൽ മീഡിയ ഒക്കെ. അതിനകത്ത് തല പൊഴുത്തി കിടക്കല്ലായിരുന്നു. ആ പറഞ്ഞ പോയിന്റ്. വല്ലച്ചൻ പറഞ്ഞ ശരിയാ. നിങ്ങൾ പോയ പിന്നെ ഇവള് പുസ്തകം എടുക്കുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഫുൾ ടൈം ഫ്രണ്ട്സും അടങ്ങ് കറക്കുക. കളിയും ചിരിയും തമാശയൊക്കെ മതി. സിദ്ധുമോൻ ആകെ ടയർഡായിട്ടാ വന്നിരിക്കുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.